നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി അഥവാ ഐപാക് എന്ന തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തുന്ന, തെരഞ്ഞെടുപ്പുകളെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയും കൃത്യമായി വർക്ക് ചെയ്യുന്ന, അവർക്ക് കൊടുക്കുന്ന കോൺട്രാക്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ ഐപാക് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രചരണവും അതുപോലെ തന്നെ ആ എലക്ഷൻ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഐപാക്കിൻ്റെ സർവത്ര ഓഫീസുകളിലേക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് ഉണ്ടാവുകയാണ്. അത്യന്തം നാടകീയമായിരുന്നു ആ റെയ്ഡ് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള സകല റിപ്പോർട്ടുകളും ഡീറ്റെയിലായി വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം പിന്നെ കൊൽക്കത്ത കണ്ടത് സമാനതകളില്ലാത്തൊരു ജനപങ്കാളിത്തം ഉള്ള റാലിയാണ്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ, മമതാ ബാനർജി നേരിട്ട് തന്നെ 5 കിലോമീറ്റർ ദൂരത്തോളം ഇതിനെതിരെ പ്രതിഷേധ നടപടിയുമായി എത്തുന്നു. ED എന്നത് BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്നും പറഞ്ഞുവിടുന്ന ഒരു കൂട്ടം ഈയാമ്പാറ്റകളെ പോലെയാണ് അവരുടെ പ്രവർത്തനം. അവർ വാസ്തവത്തിൽ കൃത്യമായും ശരിയേത് തെറ്റേത് എന്ന് നോക്കിയല്ല. BJP കൊടുക്കുന്ന കൊട്ടേഷൻ അത് സത്യമാണോ അസത്യമാണോ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ അവർക്ക് സമയമില്ല, അതിനുള്ള താല്പര്യവുമില്ല. അവരാണ് ഈ രാജ്യത്ത് അഴിമതിയെ കൃത്യമായി കണ്ടുപിടിക്കുന്ന ഏജൻസി. സുപ്രീം കോടതി തന്നെ നേരത്തെ EDക്കെതിരെ കർശനമായ നിബന്ധനകൾ വെച്ചതാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചു കളയാം എന്ന ദുരുദ്ദേശത്തോടു കൂടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഘോരഘോരം വാദിച്ചപ്പോൾ നിങ്ങൾ വ്യാജ തെളിവുണ്ടാക്കാൻ EDക്ക് സമയം ചോദിക്കലാണോ നിങ്ങളുടെ പണിയെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജൻസൂരജ് പാർട്ടിയുടെ നേതാവായ പ്രശാന്ത് കിഷോർ, മുൻപ് അദ്ദേഹം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിരുന്നു. സുനിൽ കനകോലു കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലെ നേതാക്കളെ അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനെ തകർക്കാൻ വേണ്ടി EDയെ കച്ചകെട്ടിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. 2014 ശേഷം നരേന്ദ്രമോദി ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുന്നത് പണത്തിൻ്റെയും മസിൽ പവറിൻ്റെയും ശക്തി ഉപയോഗിച്ചാണ്. മണി പവർ ആൻഡ് മസിൽ പവർ, ഇത് രണ്ടും വെച്ച് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. എന്നാൽ പ്രഹരം മറ്റ് വഴികളിലൂടെ വരുന്നു എന്നുള്ളത് ED അറിയുന്നില്ല. തെരഞ്ഞെടുപ്പുകളെ സംബന്ധിക്കുന്ന വിഷയം വരുമ്പോൾ അവിടെ അന്വേഷിക്കുന്ന ഏജൻസി അത് പ്രത്യേക ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യം അത് സുപ്രീം കോടതി ശരിവെക്കാൻ പോവുകയാണ്.